ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലഞ്ചിന് വേണമെങ്കിൽ ലഞ്ചും ഡിന്നർ ഉണ്ടാക്കുക. അതൊരു തക്കാളി ചോറാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, നിലക്കടല, ജീരകം, പിന്നെ ഉള്ളി, വറ്റൽമുളക് ഇതൊക്കെ ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ തക്കാളി ഇടുക. പിന്നെ നമ്മൾ കറിവേപ്പില, മല്ലിയില, പുതിനയില എന്താണുള്ളത് വെച്ചാൽ അതൊക്കെ ഇടുക. നല്ലപോലെ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ തലേദിവസത്തെ ചോറോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെച്ചിരിക്കുന്ന ചോറോ ബാക്കിയുണ്ടെങ്കിൽ ആ ചോറിനെടുത്ത് ഇതിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കളറ് പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങളുടെ അളവിന് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നാരങ്ങയുടെ ഒരു പുളിപ്പും കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. തലേദിവസത്തെ ചോറ് ബാക്കി വരികയാണെങ്കിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുന്ന ആലോചിക്കുക വേണ്ട, ഇത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. കുട്ടികളൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കും. പ്രത്യേകിച്ച് കറിയും വേണ്ട. പിന്നെ സാമ്പാർ പൊടി ഇട്ടതുകൊണ്ട് അടിപൊളി മണവും വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വീട്ടിലിരിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും പറ്റിയ റെസിപ്പിയാണ്.